നാളെ 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, രാജ്യത്ത് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഫേസ് ID ഒതന്റിക്കേഷനും നിർമ്മിത ബുദ്ധിയും അടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ QR കോഡ് വെരിഫിക്കേഷൻ, ഫേസ് ID ഒതന്റിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത്. ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം. UPI പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും. ആധാർ ആപ്പ് വരുന്നതോടെ യാത്ര ചെയ്യുമ്പോഴും മറ്റും ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല. ഉടൻ തന്നെ ദേശീയ തലത്തിൽ ആപ്പ് വ്യാപകമാക്കുമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. അടുത്തൊരു അറിയിപ്പ്, റിപ്പോ നിരക്ക് 0.25% കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.25% നിന്ന് 6%ആയാണ് കുറച്ചത്. റിപ്പോ നിരക്കിലെ മാറ്റം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയ യോഗമാണ് നിരക്ക് വീണ്ടും കുറയ്ക്കാൻ തീരുമാനിച്ചത്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ. ഈ നിരക്ക് 6%ലേക്ക് താഴുന്നതോടെ വായ്പകളുടെയും നിക്ഷേപത്തിന്റെയും പലിശ നിരക്ക് കുറയും. ഭവന വായ്പ, വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, അതുപോലെ കാർഷിക വായ്പയുടെയും വ്യക്തിഗത വായ്പയുടെയുമെല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ 0.5% കൂടി കുറവ് വരും. വായ്പകളുടെ പലിശ ഭാരം കുറയുമെന്നത് ഇടത്തരക്കാർക്ക് നേട്ടമാണ്. വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കുറയുമെന്നതിനാൽ വായ്പ ഇടപാടുകൾക്ക് ഓരോ മാസവും കൂടുതൽ തുക വരുമാനത്തിൽ മിച്ചം പിടിക്കാം. ഈ തുക മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ഏപ്രിലിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ 0.25% കുറവ് വരുത്തിയിരുന്നു. റിപ്പോ ദശാബ്ദത്തിലെ ഉയർന്ന നിരക്കായ 6.5 നിന്ന് 6.25%ആയാണ് അന്ന് കുറച്ചത്. 5 വർഷത്തിനു ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ഏപ്രിലിൽ നിരക്ക് കുറയ്ക്കുന്നത്. അടുത്ത ഒരു അറിയിപ്പ്, ഒരു സംസ്ഥാനം ഒരു ഗ്രാമീണ ബാങ്ക് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ഗ്രാമീണ ബാങ്കിംഗ് മേഖലയിൽ വൻ അഴിച്ചുപണി നടത്തുകയാണ് രാജ്യം. ഒന്നിലധികം ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ അവ സംയോജിപ്പിച്ച് ഇനി ഒറ്റ ഗ്രാമീണ ബാങ്കാവും ഉണ്ടാവുക. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് എന്നിങ്ങനെ ബാങ്കുകൾ കേരള ഗ്രാമീൺ ബാങ്ക് എന്ന പേരിൽ 2013 തന്നെ സംയോജിപ്പിച്ചിരിക്കുകയാണ്. അടുത്തൊരു അറിയിപ്പ്, വേനൽക്കാലത്ത് വൈദ്യുതി ആവശ്യകത വലിയ തോതിൽ ഉയർന്നാലും ഇക്കുറി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തിൽ KEB. കേരളത്തിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങളിൽ ഉത്തരേന്ത്യയിലെ ഉൽപാദകരിൽ നിന്ന് ആവശ്യാനുസരണം വൈദ്യുതി ലഭ്യമാവും. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഉൽപാദകരുമായി KEB സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തെ പവർ കട്ടുകൾ ഒഴിവായേക്കാം. കൈമാറ്റ കരാറുകൾ വഴി പീക്ക് സമയങ്ങളിലടക്കം വൈദ്യുതി കൈമാറാമെന്ന ധാരണ ഇതിലുണ്ടായി. വൈദ്യുതോൽപാദന വിതരണ രംഗത്ത് രാജ്യത്തു തന്നെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ KEBയുമായുള്ള കൈമാറ്റ കരാറുകൾക്ക് ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് അനുകൂല നിലപാടാണുള്ളത്. അടുത്തൊരു അറിയിപ്പ്, തുടർച്ചയായ 4 ദിവസം കൊണ്ട് പവന് 2680 രൂപ കുറഞ്ഞ സ്വർണം ഇന്ന് തിരിച്ചു കയറുകയാണ്. ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ ഗ്രാമിന് 8290 രൂപയും പവന് 66,320 രൂപയുമായി. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.